Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപകടത്തിൽപ്പെട്ടയാൾക്ക് ചികിത്സ ലഭിച്ചില്ല. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു. ബൈസൺവാലി കോമാളിക്കുടിക്ക് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് അപകടം. വിശദമായ വാർത്തയിലേക്ക്. അപകടത്തിൽപ്പെട്ടയാൾക്ക് ചികിത്സ ലഭിച്ചില്ല. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽപ്പെട്ട് റോഡരികിൽ കിടന്നയാൾ ചികിത്സാ പിഴവ് കാരണം മരിച്ചെന്ന ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി 3 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. സ്വദേശിയായ ബിനോജ് മോഹൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ബഹുമാനപ്പെട്ട മനസാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത്. 3 മാസത്തിനകം തന്നെ അന്വേഷണം നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൈമാറണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ബീർമേട് DOSP അടിയന്തര അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പിതാവിന് ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 30 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ആ തുക വാങ്ങുന്നതിന് വേണ്ടി, സർക്കാർ ധനസഹായം വാങ്ങുന്നതിന് വേണ്ടി ജില്ലാ കലക്ടർക്ക് പരാതിയും കൂടി നൽകാനാണ് ഈ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലും അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പരാതി നൽകിയിരുന്നത്. എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു. മേളയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് 4ാം വാർഷിക പ്രദർശനമേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപ്പോൾ ഈ വിപണനമേള എന്ന് പറയുന്നത് ഒരു പ്രകടമായ വിലയിരുത്തലിന് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും നിരീക്ഷിക്കുവാനും അതോടൊപ്പം വിജ്ഞാനപ്രദമായ പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും സാധിക്കത്തക്ക വിധത്തിലാണ് ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത വിളംബര റാലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു.
വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ വേദിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് സൂപ്രണ്ട് TK വിഷ്ണു പ്രദീപ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ADM ഷൈജു P. ജേക്കബ്, ഇൻഫർമേഷൻ ഓഫീസർ വിനോദ്, മറ്റ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വിവിധ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പ്രദർശന വിപണനമേള മെയ് 5-ന് സമാപിക്കും. സിറ്റി വിഷൻ, ഉപ്പുതറ. ബൈസൺവാലി കോമാളിക്കുടിക്ക് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് അപകടം. കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാതയോരത്തു നിന്നും ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയോടെയാണ് അപകടം സംഭവിച്ചത്. ഗജനപ്പാറ ബൈസൺവാലി റൂട്ടിൽ കോമാളിക്കുട്ടിക്ക് സമീപം വെച്ച് കർണാടകയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനം പാതയോരത്തെ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വളവ് തിരിയുന്നതിനിടയിൽ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഉടൻ സമീപവാസികൾ എത്തുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഞാൻ ഒരു ശബ്ദം കേട്ട ഓടി വന്നേ, ഏതാ വണ്ടി എന്നൊന്നും അറിയില്ല. വന്ന് നോക്കിയപ്പോൾ ടൂറിസ്റ്റ് ബസ്സാണ്, കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചോദിച്ചപ്പോൾ അത്യാപരാണെന്ന് പറഞ്ഞ് 30 പേരോളം ബസ്സിലുണ്ടായിരുന്നു. ഫ്രണ്ടിലിരുന്നവർക്കൊക്കെ സാരമായിട്ടുള്ള ഇതുണ്ട്. ബ്രേക്ക് നഷ്ടപ്പെട്ടത് ആണെന്നാണ് പറഞ്ഞത്. വണ്ടി ആ വളവിൽ തിരിയാതെ നേരെ അടുത്തുള്ള തോട്ടത്തിൽ ചെന്ന് മണ്ണിലേക്ക് കുത്തി ഇറങ്ങി നിന്നതുകൊണ്ട് വലിയ അപകടം സംഭവിച്ചില്ല. വാഹനത്തിൽ 30ഓളം ആളുകൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇവരെ നാട്ടുകാർ ചേർന്ന് റോഡിലെത്തിച്ചു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാഹനം മണ്ണിൽ പൂണ്ടെന്ന് നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കുന്നത് ഒഴിവായി. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. KRFA ജില്ലാ സമ്മേളനം നടന്നു. രാജാക്കാട് മർച്ചന്റ് ഹാളിൽ നടന്ന പരിപാടി KRFA സംസ്ഥാന ട്രഷറർ ബിജു ഐശ്വര്യ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം രാജാക്കാട്ടിൽ നടന്നു. മർച്ചന്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് CB കൊച്ചുവെള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന ട്രഷറർ ബിജു ഐശ്വര്യ ഉദ്ഘാടനം നിർവഹിച്ചു. റീറ്റെയിൽ ഫുഡ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ 2ാമത് പൊതുസമ്മേളനമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. ഫുഡ്വെയർ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് അവർ ഇന്ന് കച്ചവടം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കോവിഡ് കാരണമാണ് ഇന്ന് നമ്മുടെ വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെ പോയ കാലഘട്ടത്തിലാണ് ഓൺലൈൻ്റെ വ്യാപാരം വർദ്ധിക്കുകയും ഇന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചെറുകിട വ്യാപാരികളെ മറന്നുകൊണ്ട് ഓൺലൈൻ ഇതിലൂടെ തന്നെ അവർ ഉൽപ്പന്നങ്ങൾ മേടിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ അവിടെ മേടിച്ചു കഴിയുമ്പോൾ സാധാരണ ചെറുകിട കച്ചവടക്കാർ ഇല്ലാതാകുന്ന രീതിയിലോട്ടാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കച്ചവട മേഖല പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകണം. സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീകുമാർ ആർപ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി. ജോമി സെബാസ്റ്റ്യൻ, ജെയിംസ് കുരിശിങ്കൽ, രഞ്ജു മുട്ടം, അഷറഫ് CK, മുനീർ, വനിത, രവി ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മധ്യവേനൽ ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിന്റെ പരന്ന കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനു പുറമെ സഞ്ചാരികൾക്കായി മറ്റു ചില കാഴ്ചകളും ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനനകാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി സഞ്ചാരികളാണ് ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നത്. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കുവാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട്ടിലെ ചൂട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചൂട് കൂടുതലാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്.
3D സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി. വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട്. ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫറ്റേരിയ, 100 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം, മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മതിവരുവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടുത്തെ സഞ്ചാരികൾ മടങ്ങാറ്. സിറ്റി വിഷൻ, മൂന്നാർ. ഇനിയൊരു ഇടവേള. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 89212 28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തയിലേക്ക്. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം 1 മുതൽ 11 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി എല്ലാ ദിവസവും കലാസന്ധ്യയോടെയാണ് ഫെസ്റ്റ് നടത്തിപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമാകും. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടിമാലി ഫെസ്റ്റ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു. അടുത്ത മാസം 1 മുതൽ 11 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. എക്സിബിഷനുകൾ, പെറ്റ് ഷോ, സെമിനാറുകൾ, വിപണന പ്രദർശന മേളകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കും. എല്ലാ ദിവസവും കലാസന്ധ്യയോടെയാണ് ഫെസ്റ്റ് നടത്തിപ്പ് ക്രമീകരിച്ചിട്ടുള്ളതെന്നും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഫെസ്റ്റിന്റെ ഭാഗമാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. നമ്മുടെ നാടിന്റെ ഉത്സവമായി അടിമാലി ഫെസ്റ്റിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഫെസ്റ്റിനെ സ്വീകരിക്കണമെന്ന്, ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റ് നഗരി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലകൾക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെസ്റ്റ് നടന്നിരുന്നില്ല. 1992 വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. 2016 ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദീപ രാജ്കുമാറിന്റെ രാജി ഉണ്ടായിട്ടുള്ളത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ ഇപ്പോൾ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. പാർട്ടി നേതൃത്വത്തിന്റെ വാക്ക് മുഖവിലക്കെടുത്താണ് രാജിയെന്നും പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും സ്ഥാനമൊഴിഞ്ഞ ശേഷം ദീപ രാജ്കുമാർ പ്രതികരിച്ചു. പാർട്ടിയോட ஒத்துழைப்போடு இனியும் நான் பஞ்சாயத்து செயல்படுவேன். பார்ட்டியோட கட்டுப்பட்டு நான் பஞ்சாயத்து மெம்பராக இனியும் தொடர்கிறேன். കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ ദിവസം 10
കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദീപ രാജ്കുമാറിന്റെ രാജി ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് പ്രതിനിധിയായ ദീപ രാജ്കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി മറ്റൊരാളെ പ്രസിഡന്റാക്കുന്നതിന്റെ ഭാഗമായി 1 മാസം മുൻപ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തിയ ശേഷം വ്യാജമായി തന്റെ ഒപ്പിട്ട് രാജിക്കത്ത് നൽകിയെന്നും രാജിക്കത്ത് സ്വീകരിക്കരുതെന്നും കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നീട് ദീപ കത്തു നൽകി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് ദീപ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായി കോൺഗ്രസ് ദീപയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ദീപ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞത്. സിറ്റി വിഷൻ, മൂന്നാർ. പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നു. കഴിഞ്ഞ മാസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു എന്നാണ് വിവരം. 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി നിർമ്മാണം ആരംഭിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. 2006 ഡിസംബർ 26 അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലനാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുന്നതിനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ട് പദ്ധതി നിർമ്മാണം ആരംഭിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. നിർമ്മാണ ജോലികൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുകയാണ്. മൂന്നാറിലെ ഹെഡ് വർക്ക്സ് അണക്കെട്ട് കവിഞ്ഞൊഴുകി വെള്ളം പാഴാകുന്നത് ഉപയോഗപ്പെടുത്താനാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി രൂപപ്പെടുത്തിയത്. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ വെള്ളമാണ് ഹെഡ് വർക്ക്സ് അണക്കെട്ടിൽ എത്തുന്നത്. കുണ്ടള അണക്കെട്ടിലെ വെള്ളം മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ എത്തിച്ചേരും. 268.01 കോടി രൂപ എസ്റ്റിമേറ്റിൽ തുടങ്ങിയ പദ്ധതിക്ക് ഇപ്പോൾ 600 കോടിയോളം രൂപ മുടക്കിക്കഴിഞ്ഞു. 2010 തുടക്കം കുറിച്ച കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷന് ശേഷം സംസ്ഥാനത്ത് കമ്മീഷനിംഗ് തയ്യാറാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി. വിപുലീകരണ പദ്ധതിയിലെ ഉൽപാദന ചിലവ് ആദ്യ വർഷം 8.68 രൂപയും പിന്നീട് പടിപടിയായി കുറഞ്ഞ 78 പൈസയാകുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. സിറ്റി വിഷൻ, ആനച്ചാൽ. മാങ്കുളം ആനക്കുളം പേമരം വളവിൽ വാഹനാപകടം. വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ താഴ്ചയിലേക്ക് പതിച്ചാണ് അപകടം സംഭവിച്ചത്. പാലക്കാട് നിന്നും ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. പേമരം വളവിൽ കുത്തനെയുള്ള ഇറക്കമിറങ്ങുന്നതിനിടയിൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കൊക്കയിലേക്ക് തലകീഴായി പതിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും പരിക്കേറ്റവരെ താഴ്ചയിൽ നിന്നും റോഡിലെത്തിക്കുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. സഞ്ചാരികൾ ആനക്കുളത്ത് ബുക്ക് ചെയ്തിരുന്ന താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. മുമ്പ് ഈ വളവിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവിടെ വളവിന് വീതി വർദ്ധിപ്പിക്കുകയും ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും പ്രദേശത്ത് അപകടം സംഭവിച്ചിട്ടുള്ളത്. പാതയോരത്തെ സുരക്ഷാവേലി തകർത്താണ് വാഹനം താഴേക്ക് പതിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. സിറ്റി വിഷൻ, മാങ്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകടത്തിൽപ്പെട്ടയാൾക്ക് ചികിത്സ ലഭിച്ചില്ല. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു. ബൈസൺവാലി കോമാളിക്കുടിക്ക് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് അപകടം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്.
ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ് ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.